ഹലോ ഗൈസ്, ചാനലിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാക്ക് മീറ്റ് വൂക്കോങ് എന്ന് പറഞ്ഞ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഗെയിം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഓടുന്ന ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ ആണ്. അതായത് Acer Aspire 5 13 Gen i5 13450H. അതിനകത്തുള്ള ഗ്രാഫിക്സ് കാർഡ് എന്ന് വെച്ചാൽ RTX 2050 ആണ്. അപ്പം ഇതിൽ ഈ ഗെയിം എങ്ങനെ ഓടുന്നു നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. ഇതിൽ നിലവിൽ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. എല്ലാം സെറ്റിംഗ്സ് ഇപ്പം മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത്. ഇത് ഫ്രെയിം ജനറേഷൻ FSR വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. DLSS ഫ്രെയിം ജനറേഷൻ സപ്പോർട്ട് ചെയ്യാൻ ഏതാണ്ട് 40 സീരീസിന് മണ്ടയ്ക്കുള്ള GPU പറ്റത്തുള്ളൂ. അപ്പം ഇതിൽ പറ്റത്തില്ല. ഇപ്പം FSRലും വലിയ ഫ്രെയിം ജനറേഷൻ ഒന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. FSRും DLSS കമ്പയർ ചെയ്യുമ്പോൾ DLSSന്റെ അത്ര FSR ഒന്നും ഒരിക്കലും വരത്തില്ല. കാരണം DLSS എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. പിന്നെ 40 സീരീസിന് മണ്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം FSR എന്തായാലും ഓണാക്കിയിട്ടോ ഒരു ഫ്യൂ ഫ്രെയിംസ് എന്തായാലും അഡീഷണൽ ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ നിലവിൽ ഇതിൽ ഇട്ടേക്കുന്ന സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ മീഡിയം സെറ്റിംഗ്സിലാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ പ്ലേയബിൾ FPS തന്നെയാണ്. മീഡിയത്തിൽ എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റും ഈ ഗെയിം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചാടുകയും വടി കറക്കുകയും അങ്ങനെ വരുമ്പോഴും ഫ്രെയിം റേറ്റ് ഒക്കെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ചില സിനാരിയോസിലേക്ക് വരുമ്പോൾ ചില ബോസ് ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നല്ല ടോൾ എടുക്കും ഗ്രാഫിക്സ് കാർഡിൽ. അപ്പം ആ ഒരു സിനാരിയോയിൽ മാത്രം ഫ്രെയിംസ് ഒക്കെ കുറച്ച് ഡ്രോപ്പ് ആവും. അപ്പൊ നിങ്ങൾ ഈ ടോപ്പ് റൈറ്റ് കോർണർ നോക്കുവാണെങ്കിൽ അവിടെ ഞാൻ ഫ്രെയിം റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു 40-50 FPS എന്തായാലും മീഡിയം സെറ്റിംഗ്സിൽ കിട്ടും. ചില സമയത്തൊക്കെ ഒരു 30-20 അത്രയൊക്കെ ഡ്രോപ്പ് ആവും. അത് മെയിൻലി ബോസ് ഫൈറ്റ് ഒക്കെ വരുമ്പോഴാണ് അത്രയും ഡ്രോപ്പ് ആവുന്നത്. ഈ ഒരു ഗെയിം എന്തോ ഒരു ഹെവി ആണെന്ന് ഞാൻ പറയാം. ഇപ്പം എന്റെ ഡിവൈസ് എന്ന് വെച്ചാൽ Acer Aspire 7 ആണ്. ഇതിന്റെ സെയിം സ്പെക് ഉള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. അപ്പം അതിൽ ഞാൻ സൈബർ പങ്ക് കളിച്ച് നോക്കിയിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്ലാക്ക് വിത്ത് വൂക്കോങ് എന്ന് പറയുന്നത് ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്. സൈബർ പങ്കിനെക്കാളും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് സൈബർ പങ്ക് കളിക്കുമ്പോൾ അതിൽ എനിക്കൊരു 40-50 FPS ഞാൻ ഹൈയിലിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതും RTX 2050 ഗ്രാഫിക്സ് കാർഡുള്ള എന്റെ ലാപ്പിൽ ഹൈ സെറ്റിംഗ്സിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ മീഡിയം ഇട്ടിട്ട് പോലും ഒരു 40-50 FPS കിട്ടുന്നുള്ളൂ ഇതിൽ. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ എന്തോരം ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ റേ ട്രേസിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിന്റെ കാര്യം മറന്നേക്ക്. കാരണം ഇതിൽ നേരെ ചൊവ്വേ മീഡിയം സെറ്റിംഗ്സിൽ പോലെ ഓടാത്ത സാധനം ഇതിൽ റേ ട്രേസിംഗ് ഇട്ട ഞാൻ പറയാം കൂടിപ്പോയാൽ 10 FPS കിട്ടത്തുള്ളൂ റേ ട്രേസിംഗ് ഒക്കെ ഇട്ട. അപ്പൊ ഇതിന്റെ മിനിമം റിക്വയർമെന്റ്സ് ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും 30 സീരീസിന് എബോവ് ഉള്ള ഗ്രാഫിക്സ് കാർഡിൽ ഇത് നല്ലപോലെ പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുപോലത്തെ 2050 പോലത്തെ ഗ്രാഫിക്സ് കാർഡിലൊക്കെ ആണെങ്കിൽ ലോ അല്ലെങ്കിൽ മീഡിയം സെറ്റിംഗ്സിൽ എന്തായാലും ഇട്ട് കളിക്കാനേ പറ്റത്തുള്ളൂ. ഇതിൽ ഞാനിപ്പം ലോയിൽ ഇട്ടുകൊണ്ട് ഒരു ഗെയിം പ്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതിൽ FPS നോക്കുവാണെങ്കിൽ 60 എബവ് കിട്ടുന്നുണ്ട്. അപ്പം അത് നല്ല ഒരു FPS ആണെന്ന് ഞാൻ പറയുന്നത്. അപ്പം നല്ല പ്ലേയബിൾ ആണ് ലോയിലിട്ട് കളിക്കുവാണെങ്കിൽ. പിന്നെ ബോസ് ഫൈറ്റ് ഒക്കെ നല്ല സുഖത്തിൽ കളിക്കണമെങ്കിൽ, അതായത് ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം പ്ലേ പോകണമെങ്കിൽ എന്തായാലും ലോയിലിട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 30 സീരീസിന് മണ്ടയ്ക്കുള്ള ഗ്രാഫിക്സ് കാർഡ് നോക്കണം. അതല്ല വേറെ വഴിയില്ല. ഇനിയിപ്പോ നിങ്ങളുടെ ഈ കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ ഓവർക്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നല്ല കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം ഓവർക്ലോക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ തെർമൽസ് ഒക്കെ നല്ലപോലെ നോക്കിയിട്ട് വേണം ഡിവൈസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറിലാണോ ആ ഗെയിം നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓവർക്ലോക്ക് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ഈ ഒരു ഗെയിം എന്തായാലും 20 സീരീസിൽ ഓടണമെങ്കിൽ ലോയിലിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. ലോ അല്ലെങ്കിൽ മീഡിയം സെറ്റിംഗ്സ്. ലോയിലാവുമ്പോൾ നല്ല 60 മണ്ടയ്ക്ക് FPS എന്തായാലും കിട്ടും. അപ്പം നല്ല ഹൈലിട്ട് കളിച്ച് ഒരു ഡീസെന്റ് ഗെയിം പ്ലേ കിട്ടണമെങ്കിൽ ഒരു 30 സീരീസിന് മണ്ടയ്ക്കുള്ള ലാപ്ടോപ്സ് അല്ലെങ്കിൽ PCസിൽ ഇത് നല്ലപോലെ ഓടത്തുള്ളൂ. ഞാൻ പറയാം എന്തോ സൗണ്ട്